എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹേമാവരി ആയിരിക്കും കാണിക്കുക. അവളാണെങ്കിൽ കളിമണ്ണൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ പാത്രമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ബൊറൂട്ടോ കുട്ടപ്പൻ അവനൊരു കോട്ടുവായൊക്കെ ഇട്ട് പുറത്തേക്ക് വരും. അപ്പൊ ദൂരത്തായിട്ട് ഹേമാവരി ഇത്തരത്തില് മണ്ണ് വെച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് കാണുകയാണ്. ബൊറൂട്ടോ അവളുടെ അടുത്തേക്ക് വന്ന് കാര്യം തിരക്കും. അതിന് അവള് പറയും, അയ്യോ ഇല്ല ഇല്ല, എന്നെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഞാൻ അർജന്റായിട്ട് ഒരു വർക്കിലാണ്. അമ്മയുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഒരു പാത്രം ഉണ്ടാക്കുകയാണ്. ഇത് അമ്മയ്ക്കുള്ള എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ബ്രദർ ബൊറൂട്ടോ, നിങ്ങൾ എന്താണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ? അതിനവൻ പറയും, എൻ്റെ മിഷന്റെ ക്യാഷ് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ടീമിന്റെ അടുത്തേക്ക് വരും. ബൊറൂട്ടോയും മെയ്റ്റ്സുകയും സാറടയും അവർ 3 പേര് റെസ്റ്റോറൻറ്റിലിരുന്ന് ഇപ്പോ കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. സാറട പറയും, നമ്മുടെ മാസ്റ്റർ കൊനാമാരു ആൾ അത്യാവശ്യമായിട്ട് ഒരു മിഷന് വേണ്ടി പോയിരിക്കുകയാണ്. സോ ടീമിന്റെ ഇപ്പോഴത്തെ മേൽനോട്ടം അത് ഞാനാണ് നടത്തുക. അത് കേട്ട് ബൊറൂട്ടോ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. സത്യത്തിൽ നീ ഒരു യൂസ്ലെസ് ആണ്. നീയാണോ ഇപ്പൊ ടീമിനെ നിയന്ത്രിക്കാൻ പോണേ? ഈ ടീമിന്റെ ലീഡർ ആവാനുള്ള യാതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ബൊറൂട്ടോ അവളെ കളിയാക്കും. അതിനുശേഷം അവരെല്ലാവരും മിഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 3 വഴിക്ക് പിരിഞ്ഞു പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും, ബർത്ത്ഡേക്ക് ഞാൻ അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റ് ആയിരിക്കണം വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. അവനങ്ങനെ ചിന്തിച്ച് കടന്നു വരുമ്പോഴായിരിക്കും ഒരു പെൺകുട്ടി കൈ നിറയെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ബൊറൂട്ടോയെ പാസ് ചെയ്ത് പോവുക. അവൻ ഒരു സെക്കൻഡ് ആ ഫ്ലവേഴ്സിലേക്ക് തന്നെ നോക്കും. അമ്മയ്ക്ക് ഫ്ലവേഴ്സ് ഒത്തിരി ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഈ ഫ്ലവേഴ്സ് അമ്മയ്ക്ക് ഗിഫ്റ്റായി കൊടുത്തുകൂടാൻ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ സെൻസായി ആളാണെങ്കിൽ ഉഷാറായിട്ട് അങ്ങനെ ഓടിപ്പോകുന്നത് കാണും. സെൻസായുടെ ഓട്ടത്തിൽ എന്തോ ഒരു വശപ്പശ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബൊറൂട്ടോയും സെൻസായുടെ പിന്നാലെ വരികയാണ്. സെൻസായി എന്തു പറ്റി? സെൻസായി ഏതെങ്കിലും മിഷനിലാണോ? ആരെങ്കിലും പിടിക്കാനാണോ ഇങ്ങനെ ശ്രമിക്കണേ? ഓക്കെ, കുഴപ്പമില്ല, സെൻസായുടെ കൂടെ ഞാനും സെൻസായിക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെന്ന് പറയും. അതിന് സെൻസായി ആണെങ്കിൽ, അയ്യോ വേണ്ട വേണ്ട, ഇതൊരു ടോപ്പ് സീക്രട്ട് മിഷനാണ്, ഇതിൽ നീ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയേണ്ട താമസം ഷോപ്പിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ സെൻസായെ റൗണ്ട് ചെയ്യുകയാണ്. അവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്ത് കരുതി അത്ര എളുപ്പത്തിൽ ഞങ്ങളെ ചീറ്റ് ചെയ്ത് കടന്നു പോവാമെന്നോ? മര്യാദയ്ക്ക് കഴിച്ച പൈസ അത് ഞങ്ങൾക്ക് തരണം. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. സെൻസായി തല താഴ്ത്തി ഇപ്പൊ അവരോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേൾക്കണം. എന്റെ എമൗണ്ട് അത് ഇതുവരെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ പണം അത് ഞാൻ തന്നു തീർക്കും. പക്ഷെ കടക്കാരാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ സെൻസായുടെ പേഴ്സ് അത് വലിച്ചു പറിച്ചെടുക്കും. അതിലുള്ളത് 2 കോയിൻ. അതിപ്പോ താഴേക്ക് വീഴാണ്. കടക്കാർക്ക് കലി കയറി ഇപ്പോ സെൻസായുടെ കോളറിൽ പിടിച്ച് ആഞ്ഞു വലിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരല്പം വിഷമം തോന്നും. അവൻ താഴെ വീണ കോയിൻ എടുത്ത് ആ കടക്കാരെ അവിടുന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിലൊരു കടക്കാരനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് നേരെ തിരിയും. നീ ഇവന്റെ ഫ്രണ്ടല്ലേ, സോ ഇവന്റെ കടത്തിന്റെ റെസ്പോൺസിബിലിറ്റി അത് നിനക്കും ഉണ്ടെന്ന് പറഞ്ഞ് ബൊറൂട്ടോയുടെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ അങ്ങനെ മേടിച്ചു കൊണ്ടുപോവാണ്. അവന്റെ കയ്യിൽ ബാക്കിയുള്ളത് ഇനി 2 കോയിൻ മാത്രം. ഒരുപാട് വിഷമത്തിലും നാണക്കേടിലും സെൻസായി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഈ പണം അടുത്ത തവണ നിനക്ക് ഞാൻ തിരികെ തരും. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഫുഡ് എനിക്ക് വാങ്ങിത്തരണമെന്ന് പറയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവൻ സെൻസായുമായി ഷോപ്പിലേക്ക് വന്ന് ഉണ്ടായിരുന്ന കോയിന് ഒരു ബർഗർ വാങ്ങിക്കൊടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ സെൻസായോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് പണമെങ്കിലും മാസ്റ്റർ കൊനാമാരുവിനോട് ചോദിച്ചുകൂടാ? ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സ് അല്ലേ? അതിൽ സെൻസായി പറയും, പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആണ്. പക്ഷെ എനിക്കൊരിക്കലും അവന്റെ കയ്യിൽ നിന്ന് പണം അത് കടം വാങ്ങാനാവില്ല. അതെനിക്ക് വലിയൊരു അപമാനം തന്നെയാണ്. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത തവണ നിന്റെ ഈ കടം അത് ഞാൻ വീട്ടും. എനിക്ക് അവസാനമായിട്ട് നീ ഒരു ഫേവർ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ് സെൻസായി ആണെങ്കിൽ ബൊറൂട്ടോയും കൂട്ടി ആളുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ സെൻസായിയുടെ വീട് കണ്ട് ഞെട്ടും. അതാണെങ്കിൽ തകർന്നു വീഴാൻ പാകത്തിന് നിൽക്കുന്ന ഒരു പഴയ ബിൽഡിംഗ് ആണ്. ദിസ് ഈസ് അൺബിലീവബിൾ. സെൻസായി, സത്യം പറയ്, ഇത് തന്നെയാണോ നിങ്ങളുടെ വീട്? ഇത്രയും കാലവും നിങ്ങൾ ഇവിടെ തന്നെയാണോ ജീവിച്ചു വന്നത്? അതിന് സെൻസായി പറയും, അതെ, ഈ വീടിന് ഒരുപാട് ന്യൂനതകളുണ്ട്. വെക്കുമ്പോൾ പോലും ഇതിന്റെ ഓരോ ഭാഗങ്ങൾ പതിയെ പതിയെ തകരും. സോ നീ വളരെ കെയർഫുൾ ആയിരിക്കണം. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണെന്ന് പറഞ്ഞ് ഒരു ഡോർ ഓപ്പൺ ചെയ്യാണ്. ഡോർ ഓപ്പൺ ചെയ്യേണ്ട താമസം പുറത്തേക്കുള്ള കാഴ്ച കണ്ട് ബൊറൂട്ടോയ്ക്ക് ഭയങ്കര സന്തോഷം. എല്ലാ ഹൊക്കാഗമാരുടെയും ഫേസസ് അത് ആ ഡോർ തുറന്നാൽ കറക്റ്റായിട്ട് കാണാം. ആക്ച്വലി 3rd ഹൊക്കാഗെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. ചെറുപ്പം മുതലേ ഒറ്റപ്പെട്ട് അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നു വന്ന എനിക്ക് സഹായമായത് അദ്ദേഹം മാത്രമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ബാഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽപ്പെട്ട് ഒരു അസാസിനേറ്റ് ആയി മാറി. അവർ എന്നെ ഉപയോഗിച്ച്
തേർഡ് ഹൊക്കാഗെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഞാനും രണ്ടാമോ ചിന്തിക്കാതെ അവർ പറഞ്ഞതനുസരിച്ച് കത്തിയുമായി അദ്ദേഹത്തെ കൊല്ലാനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഹൊക്കാഗെ ഒരുപാട് അനാഥ കുട്ടികളോട് സംസാരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ മുഗീനോ സെൻസായി അവൻ മുൻപോട്ട് വന്ന് ഹൊക്കാഗെയോട് പറയും, എനിക്കും നിങ്ങളെപ്പോലെ ഷിനോബി ആവണം, അതിനുശേഷം നിങ്ങളെപ്പോലെ തന്നെ വലിയൊരു ഹൊക്കാഗെയായി തീരണം. അതിന് ഹൊക്കാഗെ ഒരുപാട് സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ പറയും, തീർച്ചയായിട്ടും നിന്നെക്കൊണ്ട് അതിന് കഴിയും. അങ്ങനെ ഹൊക്കാഗെയും കുഞ്ഞൻ സെൻസായും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് സംസാരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നൈറ്റ് ആണെങ്കിൽ ഹൊക്കാഗയുടെ റൂമിന് അടുത്തായിട്ട് സെൻസായി അവനാണെങ്കിൽ ഹൊക്കാഗയുടെ റൂമിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട് ഹൊക്കാഗ ആള് പുറത്തേക്ക് വരികയാണ്. അപ്പൊ കാണും സെൻസായും അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന രണ്ട് സെക്യൂരിറ്റീസിനെയും. സെക്യൂരിറ്റീസ് പറയും, ഇവൻ ഇത്രയും നേരവും ഇവിടെ പതുങ്ങി നിൽക്കുകയായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇവനെ പിടിച്ചു. സെൻസായി പറയും, അയ്യോ അല്ല അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് അങ്ങയെ കാണാൻ ആഗ്രഹം തോന്നി. ഈ പൂക്കള് അത് അങ്ങയെ ഏൽപ്പിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്. അത് കേൾക്കേണ്ട താമസം ഹൊക്കാഗയാണെങ്കിൽ അവൻ അകത്തേക്ക് വിളിക്കും. അകത്തേക്ക് വന്ന അവൻ ഹൊക്കാഗയ്ക്ക് ആ കൂടെയുള്ള പൂക്കളെല്ലാം സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തില് അത് വെക്കാനായിട്ട് ഒരു പാത്രം അത് തിരയുന്ന ഗ്യാപ്പിൽ അവൻ നൈസായിട്ട് അവിടെയുള്ള വിൻഡോ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ആ കൂടയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഹൊക്കാഗയെ വെട്ടാൻ ചാടി അടുക്കും. പക്ഷെ അത് ലീഫ് വില്ലേജിലെ ഹൊക്കാഗയാണ്. അത്ര എളുപ്പത്തിൽ അവനെ കൊണ്ട് ഹൊക്കാഗയെ കൊല്ലാൻ കഴിയില്ല. ഹൊക്കാഗെ അങ്ങനെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. തുടക്കം മുതലേ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്കെന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അത് നിന്റെ കണ്ണുകളിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ഏതോ ഒരു അസാസിനേഷൻ ടീമാണ് നിന്നെ ഇവിടേക്ക് അയച്ചത്. നിന്റെ കഴുത്തിലെ കേഴ്സ് മാർക്ക് അത് അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. എന്നെ നിനക്ക് കൊല്ലാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവര് തീർച്ചയായിട്ടും നിന്നെ കൊല്ലുമല്ലേ. അതുകൊണ്ടല്ലേ നീ ഇത്രയും വലിയ സാഹസത്തിന് ഒരുങ്ങി ഇവിടേക്ക് എത്തിയത്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വില്ലൻ ടീം അവരാണെങ്കിൽ കുഞ്ഞൻ സെൻസായി അവൻ ഹൊക്കാഗെ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാര്യം പിടികിട്ടിയ ഹൊക്കാഗെ കുഞ്ഞൻ സെൻസായിയുടെ കയ്യിൽ നിന്ന് കൈ വിടുകയാണ്. അടുത്ത നിമിഷം ആ കത്തി ഇപ്പോ ഹൊക്കാഗയുടെ നെഞ്ചത്ത് കുത്തി ഇറങ്ങും. പക്ഷെ അതേസമയം ഹൊക്കാഗെ ആണെങ്കിൽ ആ വില്ലന്മാരുടെ മുൻപിൽ അങ്ങനെ വിസിബിൾ ആവുകയാണ്. അതിനുശേഷം അവരെ എല്ലാവരെയും അച്ചറം പൊച്ചറം ആഞ്ഞു തല്ലി ഓടിക്കും. ഇവിടെ കുഞ്ഞൻ സെൻസായിക്കാണെങ്കിൽ ചെറുതായിട്ട് പേടി തോന്നും. കാരണം ഹൊക്കാഗെ അവൻ കുത്തിക്കഴിഞ്ഞു. ഹൊക്കാഗയുടെ ബോഡിയിലൂടെ ചോര തുളുമ്പി അങ്ങനെ കിടക്കുകയാണ്. അവൻ അറിയില്ല അത് ഹൊക്കാഗയുടെ വെറും ഒരു ക്ലൗൺ ആണെന്ന്. ന്യൂഡിയഡൽ റിയൽ ഹൊക്കാഗെ ആൾ അവിടേക്ക് തിരികെ വന്ന് അവനെ ചേർത്ത് പിടിക്കും. നീ സത്യത്തിൽ ക്ഷമിക്കേണ്ടത് എന്നോടാണ്. നിങ്ങളെപ്പോലുള്ള കുഞ്ഞു കുട്ടികളെ അവരെ ശ്രദ്ധിക്കാതെ അസാസിനേഷന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്ത ഞാനാണ് തെറ്റുകാരൻ. തീർച്ചയായിട്ടും നിന്നെപ്പോലുള്ളവർക്ക് നല്ലൊരു ലൈഫ് അത് ഞാൻ തരുമെന്ന് പറഞ്ഞ് ഹൊക്കാഗെ ആണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കും. കുഞ്ഞു സെൻസായി ആണെങ്കിൽ ആദ്യമായിട്ട് സ്നേഹം അനുഭവിച്ച് അങ്ങനെ കരയാണ്. ഹൊക്കാഗെ ഉടനെ ഒരു ലെറ്റർ എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം. എനിക്കും നിന്റെ പ്രായമുള്ള ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഗുഡ് ഫ്രണ്ട്സ് ആവും. അവന്റെ പേര് കൊനഹമാരു എന്നാണ്. അത് കേട്ട് ഇപ്പൊ സെൻസായി ചിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ സെൻസായി പറയും, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹം കൊല്ലപ്പെട്ടു. കൊനഹമാരുവെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നെനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കയ്യിൽ ഇപ്പൊ ബാക്കിയുള്ളത് ഈ ഒരു ലെറ്റർ അത് മാത്രമാണ്. ഇതുവരെ ഈ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാളോട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അത് നിന്നോടാണ് ബൊറൂട്ടോ. ഓക്കെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മിഷനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകണം. ഈ ആമ അതെന്റെ പെറ്റാണ്. ഞാൻ തിരികെ വരും വരെ നീ വേണം ഇതിനെ പരിപാലിക്കാൻ. അത് ബൊറൂട്ടോ ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കും. അടുത്ത നിമിഷം ഒരു പയ്യൻ അവനാണെങ്കിൽ ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് കയറി വരികയാണ്. അവൻ ഒരു കൂടെ പൂവ് സെൻസായുടെ കയ്യിൽ കൊടുക്കും. ആക്ച്വലി നിങ്ങൾ തന്ന പണം അത് ശരിക്കും ഉപകാരമായി. എന്റെ സിസ്റ്ററിന് അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞത്. അവളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് ആ പയ്യൻ അവനവിടെ നിന്ന് ഓടിപ്പോവും. അത് കണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ ഞെട്ടുകയാണ്. കാരണം സെൻസായുടെ ക്യാഷ് അതെവിടെ പോയെന്ന് ഇപ്പോഴായിരിക്കും ബൊറൂട്ടോ തിരിച്ചറിയുക. സെൻസായി ആണെങ്കിൽ ചിരിച്ച് ആ ഫ്ലവേഴ്സും റൂമിന്റെ കീയും ബൊറൂട്ടോയുടെ കയ്യിൽ ഏൽപ്പിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡോക്ടർ കട്ടാസ്കെ കാണിക്കും. കട്ടാസ്കെ ആണെങ്കിൽ അവൻ പുതിയതായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തിയ മൾട്ടി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു കൈ അതിപ്പോ നറൂട്ടോയ്ക്ക് കൊടുത്ത് അവിടുന്ന് കടന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കിൽ ആ ഫ്ലവേഴ്സുമായി ടീമാവരുടെ അടുത്തേക്ക് വരും. നീ ഉണ്ടാക്കിയ ആ ഫ്ലവർ പോട്ടിൽ ഈ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്യണം. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അത് കേട്ട് ഹിമാവരി അവൾ ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.